ഹലോ, അപ്പോൾ നമ്മുടെ ഇന്ന് അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് ചിരട്ടയ്ക്കകത്ത് ഒരു കാടൻ മുട്ട അത് പുഴുങ്ങുന്ന വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ ചിരട്ടയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് അതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊക്കെ ചൂട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. നമുക്ക് പാത്രമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചിരട്ടയ്ക്കകത്താണെങ്കിൽ മുട്ട പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ഇച്ചിരി വലിയ ചിരട്ടയാണെങ്കിൽ നമുക്ക് 2-3 കോഴിമുട്ട ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പുഴുങ്ങണത്. ഒരു ചെറിയ ചിരട്ടയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. വെള്ളം തിളയ്ക്കട്ടെ. നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട് നല്ലവണ്ണം. ഒരു ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വെന്താൽ മതി. വെന്താന്ന് വെച്ചാൽ ആ ചിരട്ടയ്ക്കകത്ത് തന്നെ ഇരുന്നതൊന്ന് വെന്തോളും. ഇത്രയോടെ നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാടമുട്ടയ്ക്ക് അധികം വേവില്ല. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ മുട്ട ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വച്ചിട്ട് 2 മിനിറ്റ് പോലും ആയിട്ടില്ല. വെള്ളം നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് പാത്രങ്ങളൊന്നും എടുക്കാതെ ചിരട്ടയിൽ തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് ഈ ചിരട്ടയിൽ മുട്ട പുഴുങ്ങുന്ന വീഡിയോ ഇട്ടത്. എനിക്ക് തോന്നണം, എനിക്ക് ആരെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിരട്ടയിലാണെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയെടുക്കാമെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ആറിയിട്ട് ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ട പുഴുങ്ങി വെച്ചേക്കണ മുട്ടയാണ് ഈ കാണുന്നത്. അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞത് ആറിയൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതിന് നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടിച്ചുകൂടി നോക്കാം. അപ്പോൾ മോളാണ് മുട്ട പൊട്ടിച്ചെടുക്കണത്. ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അതിൻ്റെ അകത്ത് തന്നെ ആയിപ്പോവും. ഞാൻ ഇന്നാൾ ഇപ്പോൾ തന്നെ പുഴുങ്ങി മുട്ട പൊട്ടിച്ചപ്പോൾ പകുതി ആ തോടിൻ്റെ അകത്തായിപ്പോയി. അപ്പോൾ ഇതിലൊക്കെ അവളാണ് മിടുക്കിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തോട് കളയുവാണ്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ തന്നെ ഇട്ടിരുന്നു. ആ മുട്ട വെള്ളത്തോട് കൂടി തന്നെ അടുപ്പിൽ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ ആ ചൂട് കൊണ്ട് നല്ലവണ്ണം അത് വെന്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിരട്ടയിലൊരു മുട്ട പുഴുങ്ങി എടുക്കാം. നല്ല രീതിക്കാണ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അത് പൊളിച്ചെടുത്ത് ഉള്ള മുട്ടയാണ് കാണിക്കണത്. ഇനി ബാക്കിയും കൂടെ നമുക്ക് അതിൻ്റെ തോട് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും ഇവിടെ അതിൻ്റെ തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഇതായിട്ട് തന്നെ മുട്ട കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നല്ലവണ്ണം വെന്തിട്ടുമുണ്ട്. 2 മിനിറ്റ് വരെ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് എടുത്തോളൂ. 2 മിനിറ്റ് വരുമ്പോൾ എടുത്തില്ല ഞാൻ. അത് തിളയ്ക്കുന്ന കണ്ടപ്പോൾ തന്നെ ഒന്ന് നല്ലോണം തിളച്ച് നല്ലോണം ഒന്ന് വെന്തപ്പോൾ തന്നെ ഓഫ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് ഒന്നുകൂടെ വേകുമല്ലോ. നമ്മുടെ ചിരട്ടയ്ക്ക് നല്ല ചൂടുണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടെ വെന്തതാണ് ഈ കാണുന്നത്. നമുക്ക് പാത്രം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.